ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് എന്നും ഒരേ രീതിയിലൊക്കെ ചിക്കൻ കഴിച്ചു മടുത്തവർക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയും നല്ല രുചിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. ചിക്കനൊക്കെ എന്നും ഒരേ രീതിയിൽ കഴിച്ചു മടുത്തെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇതിലേക്ക് നമുക്ക് സവോള ആവശ്യമില്ല, ഇഞ്ചി ആവശ്യമില്ല, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഈസിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 5 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 5 തക്കാളിയും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഒരു തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. നമ്മുടെ ഈ ഒരു ചിക്കൻ കറിയുടെ പ്രത്യേകത സവോളയൊന്നും അരിഞ്ഞ് കഷ്ടപ്പെട്ട് വാട്ടിയൊന്നും ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്കൊരു 15 വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഈ ഒരു പൊടികളുടെ അളവിലൊക്കെ മാറ്റം വരും കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു തക്കാളിയും വെളുത്തുള്ളിയും പൊടികളും ഉപ്പും ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 750 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മുമ്പ് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് കഴിയുമ്പോൾ ഇതിന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും കേട്ടോ. ഇതുപോലെ വെള്ളം വരും. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഫുള്ളായിട്ട് വേവിച്ചെടുക്കേണ്ട കേട്ടോ. ഒരു ഹാഫ് വേവാവുന്ന അത്രയും സമയം വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇടയ്ക്കിടെ തുറന്ന് നോക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ചിക്കനിലൊക്കെ ഈ ഒരു മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ കുറച്ചും കൂടെ സമയം കഴിയുമ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ അടച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ചിക്കൻ ഇതിൽ നിന്ന് കോരിയെടുക്കാം. ചിക്കൻ്റെ പീസുകൾ മാത്രം കോരിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് വെന്ത് പോകരുത്. അങ്ങനെയാണെങ്കിൽ നമ്മളിനി ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ഹാഫ് വേവാവുന്ന സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിൽ നിന്ന് ചിക്കൻ്റെ പീസുകൾ മാറ്റി വെക്കാം. എന്നിട്ട് ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് തവി വെച്ചിട്ട് ഉടച്ചു കൊടുക്കാം. ഇനി ആ ഒരു ഗ്രേവി ഒന്ന് മാറ്റി വെച്ച ശേഷം ഒരു പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ചിക്കൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ ഒരു ഗ്രേവി തയ്യാറാക്കിയ സമയത്തൊന്നും നമ്മൾ വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ ഈ ഒരു കറിയിലേക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഒരു വശം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് സമയം വേവിച്ച് മൊരിപ്പിച്ചെടുക്കൊന്നും വേണ്ട. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. 2 വശം ഇതുപോലെ നന്നായിട്ട് മൊരിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിച്ച ഗ്രേവിയിലേക്ക് ആ ഒരു വെളിച്ചെണ്ണയോട് കൂടെ തന്നെ ഈ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാണ്. ആ ഒരു പാനിലെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ ആ ഒരു ചിക്കൻ കറക്റ്റ് വേവായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ആദ്യം ഒരു ഹാഫ് വേവാക്കി എടുത്തു, പിന്നെ ഒന്ന് മൊരിപ്പിച്ചെടുത്തു. ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ ഗ്രേവിയൊക്കെ ഇതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 20 മിനിറ്റ് ഇതുപോലെ തന്നെ അടച്ചു വെച്ച ശേഷം മാത്രമാണ് ഇത് സെർവ് ചെയ്യാം. നമ്മൾ തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ തക്കാളിയുടെ ആ ഒരു ചുവ ഉണ്ടാവില്ല എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കി തന്നെ നോക്കണം കേട്ടോ. നമുക്ക് ഇതിൽ തക്കാളി ചേർത്തിട്ടുണ്ടോയെന്ന് പോലും മനസ്സിലാവില്ല. അത്രയ്ക്കും ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതുപോലെ തയ്യാറാക്കിയെടുക്കുമ്പോൾ വരുന്നത്. ചോറിലേക്കാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിലേക്കാണെങ്കിലും ഒക്കെ ഇത് അടിപൊളിയാണ് കേട്ടോ. നെയ്ച്ചോറിലേക്ക് നമ്മൾ കടായി ഒക്കെ ഉണ്ടാക്കില്ല, അതിന് പകരമായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്